ഒരു കാരണവശാലും 3 വർഷത്തിനുള്ളിൽ ആവശ്യമുള്ള പണം ഇടരുത്. ഒരു കാരണവശാലും വലിയൊരു തുക ഒരുമിച്ചിടരുത്. ഒരു കാരണവശാലും നമ്മൾക്ക് നഷ്ടം വന്നിരുന്ന സമയത്ത് നല്ല ഓഹരിയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് പിൻവലിഞ്ഞു പോകരുത്. അപ്പൊ അങ്ങനെ ഒരു നഷ്ടക്കച്ചവടത്തിലേക്ക് പോവാതിരിക്കാനായിട്ട് നല്ല ഓഹരികൾ കൃത്യമായിട്ട് കണ്ടുപിടിച്ച് ചെറിയ രീതിയിൽ നിക്ഷേപിച്ചു പോവുക, അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് ആയിട്ട് നിക്ഷേപിച്ചു പോവുക എന്നുള്ളതാണ്. നിങ്ങളൊരു മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റർ ആണെന്നുണ്ടെങ്കിൽ ഇതേ തത്വം നിങ്ങൾക്ക് അവിടെ ആപ്ലിക്കബിൾ ആക്കാം. സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് നിങ്ങൾക്ക് വാങ്ങാം. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ SIPകൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോവാം. അതായത് നിങ്ങൾ മ്യൂച്വൽ ഫണ്ടുകളുടെ SIPയിൽ നിക്ഷേപിക്കുന്ന ഒരു സമയത്ത് നല്ലൊരു അവസ്ഥയിൽ നിൽക്കുന്ന ഒരു സമയത്താണെങ്കിൽ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുമായിരുന്നു എന്നുള്ളത് പോലെ തന്നെ മോശമായിട്ടുള്ള അവസ്ഥയിലും നിങ്ങളുടെ ഗോൾ വരെ ഈ മ്യൂച്വൽ ഫണ്ടുകൾ കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു ടെമ്പറമെന്റ് നിങ്ങൾ കാണിക്കുന്നത് നിങ്ങളുടെ ലോങ് ടേം വെൽത്ത് ബിൽഡിംഗ്, ഒരു ദീർഘകാലത്തെ പണം ഉണ്ടാക്കുന്നതിനായിട്ട് നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യും എന്നുള്ളത് നിങ്ങൾ പ്രത്യേകിച്ച് മനസ്സിലാക്കുക.